വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൈനമാറ്റിക്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ഇറോഡോവിലത്തെ മൂന്നാമത്തെ പ്രോബ്ലമാണ്. ജസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. എ കാർ സ്റ്റാർട്ട്സ് മൂവിങ് റെക്റ്റിലിനിയർലി ഫസ്റ്റ്. അതായത് ഒരു കാർ എന്താകുന്നുണ്ട് റെക്റ്റിലിനിയറായിട്ട് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ആക്സിലേറ്റ് വിത്ത് ആക്സിലേഷൻ ഒമേഗ ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 meter per second square ഉണ്ടാകുന്നുണ്ട് ആക്സിലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് മൂവ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. അതായത് റെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കുറച്ച് നേരം എന്തായി 5 meter per second സ്ക്വയറിൽ ആക്സിലേറ്റ് ചെയ്ത് പിന്നെ എന്തായി ഇറ്റ് മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. പിന്നെ എന്തായി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി കണ്ടിന്യൂ. ഫൈനലി ഇറ്റ് ഡിസിലറേറ്റ് അറ്റ് ദ സെയിം റേറ്റ് ഡബ്ല്യു. അതായത് ഇനിഷ്യലി എന്ത് റേറ്റിലാണോ ആക്സിലേറ്റ് ചെയ്ത് സെയിം റേറ്റ് തന്നെ ഡിസിലേറ്റ് ചെയ്ത് ഞാൻ എന്തായി സ്റ്റോപ്പ് ചെയ്തു. അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റ് ചെയ്ത് അപ്പോൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ എന്താ വെലോസിറ്റി കൂടി കൂടി വരും, ഒരു പോയിന്റിൽ മാക്സിമം വരും. അവിടെ എന്താക്കി ആ കോൺസ്റ്റന്റ് വെലോസിറ്റി കണ്ടിന്യൂ ചെയ്ത് പിന്നെ എന്തായി കോൺസ്റ്റന്റ് പിന്നെ ഇനിഷ്യലി ഏത് റേറ്റിലാണോ ആക്സിലേറ്റ് ചെയ്ത് സെയിം റേറ്റിൽ ഡിസ്ലേറ്റ് ചെയ്ത് എന്തായി ഫൈനലി സ്റ്റോപ്പ് ആയി. ചോദിച്ചത് ടോട്ടൽ ടൈം ഓഫ് മോഷൻ ഈസ് ടി ഈക്വൽ ടു 25 സെക്കൻഡ്. അതായത് എൻ്റയർ ജേർണി എന്താണ് 25 സെക്കൻഡ് ആണ്. The average velocity during this time is given as v equal to 72 km per hour. അപ്പോൾ ആ ഒരു ജേർണിയിലെ ടോട്ടൽ ടൈം ആയിട്ടുള്ള ടി ഈക്വൽ ടു 25 സെക്കൻഡ് ആണ്. ആ ഒരു ജേർണീൻ്റെ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് 72 km per hour എന്ന് പറഞ്ഞത്. എന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ദി ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ദ കാർ മൂവ് യൂണിഫോംലി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ജസ്റ്റ് എന്താകുന്നു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ വരിക, അതായത് നമ്മൾ വൈ ആക്സിൽ നമ്മളൊരു വെലോസിറ്റി എടുത്ത് എക്സ് ആക്സിൽ എന്തായി ടൈം എടുത്ത്. അപ്പോൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ റെസ്റ്റ് എന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്താ സംഭവിക്കുന്നത് കോൺസ്റ്റന്റ് ആക്സിലേഷൻ 5 meter per second സ്ക്വയർ ഉണ്ടായി ആക്സിലേറ്റ് ചെയ്ത്. അതായത് വെലോസിറ്റി ഉണ്ടാവും കോൺസ്റ്റന്റ് റേറ്റിൽ ഉണ്ടാവും കൂടും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും, ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് ആക്സിലേഷൻ ആണ്. അപ്പോൾ ആക്സിലേഷൻ ഇവിടെ എന്താണ് 5 ആണ്. ആക്സിലേഷൻ ഇവിടെ 5 ആണ്, അതായത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉള്ളൊരു ഇത്. അപ്പോൾ അത് ആക്സിലേറ്റ് ചെയ്ത് ഞാനൊരു ബി വെലോസിറ്റിയിലെത്തി. എന്നിട്ട് ആ ബി വെലോസിറ്റി എന്തായി കണ്ടിന്യൂ ചെയ്ത് പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്ത്. അതാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ഇറ്റ് മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. എന്നിട്ട് എന്താ പറയുന്നത് ഫൈനലി ഇറ്റ് ഡിസ്ലേറ്റ് അറ്റ് ദ സെയിം റേറ്റ് ഡബ്ല്യു ആൻഡ് കം ടു സ്റ്റോപ്പ്. അതായത് എങ്ങനെ വരും പിന്നെ എന്തായി ഇനിഷ്യലി എന്ത് റേറ്റിലാണോ ആക്സിലേറ്റ് ചെയ്ത് സെയിം റേറ്റിൽ ഡിസ്ലേറ്റ് ചെയ്യുന്ന എന്തായി സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്ത ആ ഒരു ടൈമാണ് നമ്മളോട് കാണാൻ ചോദിച്ചത്. അത് ജസ്റ്റ് നമുക്ക് ടി എന്ന് കൊടുക്കാം. ഇനി ആക്സിലേറ്റ് ചെയ്ത ടൈം എന്ത് കൊടുക്കാം, നമുക്ക് ജസ്റ്റ് T1 എന്ന് കൊടുക്കാം. ആക്സിലേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 5 meter per second സ്ക്വയർ ആണ്. പിന്നെ ഡിസ്ലേറ്റ് ചെയ്തത് എന്താണ് 5 meter per second സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ T1 ആണെങ്കിൽ സെയിം റേറ്റിലാണ് എന്ത്, അതായത് 0 തുടങ്ങി ഒരു വെലോസിറ്റി വിയിലെത്തി. ഇവിടെ എന്താ ഇങ്ങനെ ബിന്ന് എന്തായി സെയിം പിന്നെ ബിന്ന് എന്തായി 0ലേക്ക് എത്തി. ഇവിടുന്ന് ആക്സിലേറ്റ് ചെയ്ത സെയിം റേറ്റിൽ തന്നെയാണ് ഡിസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ടൈം എന്തായിരിക്കും ജസ്റ്റ് സെയിം ആയിരിക്കും. അതായത് സെയിം ആക്സിലേഷൻ ആണ്, സെയിം ഇനിഷ്യൽ ഫൈനൽ കണ്ടീഷൻ ആണ്. അപ്പോൾ രണ്ടും T1 കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രാഫിന് വരയ്ക്കാൻ പറ്റുന്നത്. പിന്നെ തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ടോട്ടൽ ടൈം എന്താ വരിക 2T1 + T വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും 25 സെക്കൻഡ് എന്ന് വരും. അതായത് ഇതിൻ്റെ ടോട്ടൽ ടൈം എന്താണ് 25 സെക്കൻഡ് ആണ്. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നാണ്, അതായത് ഇവിടെ തന്നിട്ടുണ്ട് എന്ത് ടോട്ടൽ ടൈം ഓഫ് ദി മോഷൻ ഈസ് 25 സെക്കൻഡ്. അപ്പോൾ അവിടെ നമുക്ക് 2T1 + T = 25 സെക്കൻഡ് എന്ന് എഴുതാം. ഇനി അടുത്ത ഇൻഫർമേഷൻ എന്താ തന്നത്, ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 72 km/h ആണ് തന്നത്. അപ്പം ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ടൈം നമ്മൾ എടുത്തിട്ടുണ്ട് 25 സെക്കൻഡ് ആണുണ്ട്.
ടോട്ടൽ ഡിസ്റ്റൻസ് ഈ ഗ്രാഫിന് എന്ത് പറയാം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഈ എൻ്റയർ പോർഷൻ്റെ ഏരിയ ആണ് എന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താ വരിക? ഡിസ്റ്റൻസ് ആണ് വരിക. ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും എന്ത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, കാരണം കണ്ടീഷൻ എല്ലാം സെയിം ആണെന്ന് പറഞ്ഞ്. പിന്നെ അത് കൂടാണ്ട് വേറെന്തല്ല ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ ഇവിടെ എന്താ വരിക? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വരിക? ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇനി ടോട്ടൽ ടൈം എന്താണ്? 25 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അടിയിൽ നമുക്ക് 25 എഴുതാം. ഇനി മറ്റേ മേത്തിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വരിക? അവർ എൻ്റയർ പോർഷൻ്റെ ഏരിയ, അതായത് ഹാഫ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു T1 പ്ലസ് വി ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി ഇൻറ്റു എന്താ വരിക? T1 തന്നെ വരും. അപ്പോൾ ഇത് എഴുതി മനസ്സിലായെന്ന് വിചാരിക്കണേ. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? ഹാഫ് ഇൻറ്റു ബേസ് പറയുമ്പോൾ T1, ഹൈറ്റ് എത്ര? വി. അപ്പോൾ ഹാഫ് ഇൻറ്റു T1 ഇൻറ്റു വി. ഇനി ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്താ വരിക? ടി ഇൻറ്റു ഈ ഹൈറ്റ് എത്ര? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വി ആണ്, ഈ ബേസ് പറഞ്ഞാൽ എന്താ? ടി ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? ബേസ് പറഞ്ഞാൽ T1 ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വി ആണ്. അപ്പം അതാണ് ഇവിടെ എഴുതി. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചുരുക്കിയതാണെങ്കിൽ എന്ത് വരും? ജസ്റ്റ് വി ഇൻറ്റു T1 പ്ലസ് വി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 25 വരും. ഇത് എത്രയാണ് തന്നത്? ഇത് നമുക്ക് തന്നത് 72 km/h ആണ് തന്നത്. അപ്പോൾ 72 km/h എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡാണ്? കാരണം നമ്മൾ അടിയുള്ള 25 സെക്കൻഡ്. അപ്പം ഈ യൂണിറ്റിന് എന്താക്കുക? മീറ്റർ പെർ സെക്കൻഡിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് തന്നതാണ്? 72 km/h പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക? 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പം 72 അല്ലേ? 72ൽ എത്ര 18 ഉണ്ട്? 518 ഉണ്ട്. അപ്പോൾ 418 ഉണ്ട്. അപ്പോൾ 4 × 5 എന്ന് പറയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക? ഇത് ഈക്വൽ ടു 20 മീറ്റർ പെർ 20 ആണെന്ന് പറയാം. അതായത് ആവറേജ് വെലോസിറ്റി 20 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടൈം 25 സെക്കൻഡ് ആണുള്ളത്. ഇനി അടുത്ത് ഇവിടെ നിന്ന് കഴിയുമ്പോൾ 20 × 25 എത്ര വരിക? 500 വരും. ഈക്വൽ ടു എന്ത് വരും? വി ഇൻറ്റു T1 പ്ലസ് വി ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ അടുത്ത ഒരു റിലേഷൻ കിട്ടി. ഇനി ഈ ഗ്രാഫിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട് ആക്സിലേഷൻ ഈക്വൽ ടു 5 m/s² ആണ് തന്നത്. അപ്പോൾ ഈ അതായത് ഏത് ആക്സിലേഷനാണ്? ഈ പിന്നെ റെസ്റ്റിന് ഇങ്ങോട്ട് കൊടുക്കുന്ന പിന്നെ പി വെലോസിറ്റിയിലേക്ക് ആക്സിലേറ്റ് ചെയ്യാനുള്ളതും പിന്നെ അവിടുന്ന് ഈ ഡിസ്ലേറ്റ് ചെയ്യുന്നതും സെയിം റേറ്റ് ആയിട്ടുള്ള 5 m/s² പറഞ്ഞത്. അപ്പോൾ അത് ഈ ഗ്രാഫിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ്, അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ വരിക? വി ഡിവൈഡ് ബൈ T1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു 5 എന്ന് പറയാം. അതായത് വി ഈക്വൽ ടു 5T1 എന്ന് പറയാം. അപ്പോൾ വി ഈക്വൽ ടു 5T1 നമുക്ക് എന്താക്കുക? ഇവിടെ പുട്ട് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ എന്തായി മാറും? 500 ഈക്വൽ ടു 5T1 ഇൻറ്റു T1 പ്ലസ് 5T1 ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? T1-ലുള്ളൊരു അടുത്തൊരു റിലേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് T1 അറിയില്ല, ടിയും അറിയില്ല. പക്ഷേങ്കിൽ ഇവിടെ T1-നും T1 നമ്മളെ കണക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റിലേഷൻ നോക്കിയാൽ മനസ്സിലാവും എന്ത് T1-ഉം ടിയും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ രണ്ട് വേരിയബിളിലെല്ലാം കൂടി ഒന്നിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ടി ഈക്വൽ നമുക്ക് എന്താ പറയുക? 25 - 2T1 എന്ന് പറയാം. അപ്പോൾ ടി ഈക്വൽ ടു 25 - 2T ഈക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക? 500 ഈക്വൽ ടു 5 ഇൻറ്റു T1² പ്ലസ് 5 ഇൻറ്റു T1 ഇൻറ്റു ടി നമുക്ക് എന്ത് കൊടുക്കുക? 25 - 2T1 കൊടുക്കുക. അതായത് T1 നമുക്ക് ഇവിടുന്ന് 25 - 2T1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 25 - 2T1 കൊടുക്കുക. അപ്പോൾ അതൊന്ന് 500-ലൂടെ എല്ലാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 100 ഈക്വൽ ടു T1² പ്ലസ് 25T1 മൈനസ്
2t1 എന്ന് വരും. അപ്പോൾ ഇവിടെ -2t1 ക്യാൻസൽ ആയിട്ട് -t1 എന്ന് വരും. അത് ലെഫ്റ്റിലോട്ട് ഉണ്ടാവുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, +t1 വരും. പിന്നെ +100 ഉണ്ട്. ഈ 25d1 ലെഫ്റ്റിലോട്ട് ഉണ്ടാകുമ്പോൾ എന്താ വരിക, -25 × d1 വരും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, t1 സ്ക്വയർ -25d1 +100 = 0 എന്ന് വരും. ഇത് നമുക്ക് എന്ത് കിട്ടി, t1 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക, t1 സോൾവ് ചെയ്യാം. അപ്പോൾ t1 സോൾവ് ചെയ്യുമ്പോൾ t1 = എന്താ വരിക, -b, അതായത് 25 ± √b². എന്താ, 25ൻ്റെ സ്ക്വയർ, അതായത് 625 -4 × a × c എന്ന് പറയുമ്പോൾ 400 വരും, /2 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, 625 - 400 എന്താ വരിക, 225 വരും. അതായത് √225 എന്ന് പറയുമ്പോൾ 15 വരും. ഇവിടെ നമുക്ക് എന്താ പറയുക, 25 ± 15 /2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ t1 = നമുക്ക് എന്ത് കിട്ടും, t1 = 20 or പിന്നെന്താ വരിക, 5 എന്ന് വരും. അതായത് t1 ഒന്നെങ്കിൽ 20 സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ 5 ആവാം. അപ്പം ഇതിലേതാണ് നമുക്ക് വാല്യൂ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 2t1 + t നോക്കുകയാണെങ്കിൽ 25 കിട്ടേണ്ടി. അപ്പം നമുക്ക് t1 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2t1 തന്നെ എന്താവും, 40 ആവും, അതായത് 25ൻ്റെ എബോവ്. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആവില്ല. അപ്പം t1 നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം, t1 5 ആണ് മനസ്സിലാക്കാം. അപ്പോൾ t1 5 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചെന്താ, യൂണിഫോം ആയിട്ട് മൂവ് ചെയ്ത ടൈമാണ് ചോദിച്ചത്, അതായത് t ആണ് ചോദിച്ചത്. അപ്പോൾ t1 5 എന്ന് കിട്ടി. അപ്പോൾ t1 5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ t1 = 5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 × 5 10 + t = 25 ആണ്. അവിടുന്ന് t = നമുക്ക് എന്ത് കിട്ടും, t = 25 - 2t1, അതായത് 2t1. t1 = 5 അതിനെ കൊണ്ട് t = എന്ത് വരും, 25 - 10, അതായത് 15 സെക്കൻഡ് എന്ന് വരും. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരും, 15 സെക്കൻഡ് എന്ന് വരും. 15 സെക്കൻഡ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ ആയി വിചാരിക്കുന്നത്. അപ്പോൾ അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ എന്താക്കുക, സിറ്റുവേഷന് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. അതായത് ഒന്ന് നമ്മൾ പഠിച്ച എന്താ, ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. പിന്നെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ ടോട്ടൽ ടൈം എന്താണ്, 25 സെക്കൻഡ് ആണ്. പിന്നെ ആവറേജ് വെലോസിറ്റി 72 km/h ആണ്. അപ്പോൾ അത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാക്കാം. ഇത് ലാസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് കിട്ടും. ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് ജസ്റ്റ് അറിയിക്കാം.